സുകുമാരക്കുറുപ്പിൻ്റെതല്ല, സ്വന്തം സഹോദരൻ്റേതാണെന്നാണ് ഇപ്പോൾ തൃശ്ശൂർ കരുമത്രയിലുള്ള കരുണാകരൻ എന്ന് പറയുന്ന ദാമോദര മേനോൻ എന്ന് ഈ പറയുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആളുടെ സഹോദരൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ഈ ചിത്രവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രചരിച്ച മറ്റൊരു ചിത്രമുണ്ടല്ലോ, അദ്ദേഹം ഷൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഈ ചിത്രവും, ഈ രണ്ട് ചിത്രവും ഇദ്ദേഹത്തിനെ നമുക്ക് കാണിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ഷൂട്ടിട്ട ചിത്രം. ഇത് ചേട്ടൻ്റെ സഹോദരനാണോ? ആണ്, ഉറപ്പാണ്. ഈ ചിത്രം ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ ചേട്ടൻ? ഇതാദ്യമായിട്ട് കാണാണ്. ഇനി മറ്റൊരു ചിത്രം ചേട്ടനെ കാണിക്കാം, ഇപ്പോൾ ഈ ചിത്രം ചേട്ടൻ എപ്പോഴാണ് കണ്ടത്? ഒരു മാസം മുമ്പ് കാണുന്ന ചിത്രമാണ്. അതായത് മാധു, ഇപ്പോൾ ഈ കാണുന്ന വയസ്സായി താടിയൊക്കെ നരച്ച് വയ്യാതിരിക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യം ഇദ്ദേഹത്തെ കാണിക്കുകയാണ്. ഇത് താങ്കളുടെ സഹോദരനാണ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാമോദര മേനോൻ. ഈ ചിത്രം ചേട്ടൻ എത്ര നാൾ മുമ്പ് കണ്ടിരിക്കുന്നത്? ഒരു മാസം മുമ്പ്. എന്താണ്, എങ്ങനെയാണ് കാണാനിടയായ സാഹചര്യം? ഈ ഗോപിയോട് ഇടയ്ക്ക് വിളിക്കാൻ പറയും മരുമകനോട്. അപ്പൊ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും, വീട്ടുകാര്യങ്ങൾ പലതുണ്ടാവും. അപ്പൊ ഈ ഫോട്ടോ കിട്ടി. അപ്പൊ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ഇത് എത്ര വയസ്സുണ്ടാവും ഇദ്ദേഹത്തിന്? വയസ്സ് 80 വയസ്സ്. എങ്ങനെ? ഈ രണ്ട് ചിത്രവും, നേരത്തെ കാണിച്ച സൂട്ടിട്ട ചിത്രവും ഈ ചിത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. വിദേശത്ത് പോയ ആളല്ലേ, ഇപ്പൊ ഇവിടെ വന്ന മാക്സിമം ഒരാഴ്ച താമസിക്കുള്ളൂ. ഈ കാലാവസ്ഥ പറ്റില്ല. നിങ്ങൾ എത്ര മക്കളാ? നിങ്ങൾ 3 പേര്. മൂത്ത മകന്റെ പേരാണ് ദാമോദരൻ. ഞാൻ ഈ പാസ്പോർട്ടിൽ പേരുള്ള സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ദാമോദരനാണ് ആദ്യത്തെ മകൻ. രണ്ടാമത്തെ ആളാണ് താങ്കള്. സഹോദരിയുണ്ട്. 3 പേരാണുള്ളത്. സഹോദരി പുറത്തു പോയിക്കാണ്. ഓക്കെ. അപ്പൊ ഇദ്ദേഹം എത്ര വർഷം മുൻപാണ് ഇവിടുന്ന് പോയത്? എന്താണ് ആൾ പഠിച്ചിരുന്നത്? എവിടേക്കാണ് പോയത്? അങ്ങൊരു ബോംബെയിൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് UK മേനോണ്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അതിലൊക്കെ പാസ്സായി. എന്നിട്ട് അങ്ങൊരു ടെർക്കോയിൽ ചേർന്നു. ടെർക്കോയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ വിട്ടു, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക്. അപ്പോൾ ലണ്ടനിൽ പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ജനറൽ മാനേജറായിരിക്കും. അങ്ങൊരു വേണ്ട വെച്ചു. അങ്ങനെ പിന്നെ മലേഷ്യയിലേക്ക് പോകേണ്ട സാഹചര്യം എന്താ? അല്ല, മലേഷ്യക്ക് കിടക്കണം ആഗ്രഹം. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ച് പറഞ്ഞാൽ അമ്മാവനവിടെ ഉണ്ട്. ഇതിനിടയിൽ നമ്മൾക്ക് അകത്ത് വീട്ടിലൊരു പഴയ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആള് അയച്ചു തന്നതാണ് അല്ലേ മാധു? ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ പഴയ ചിത്രം. ഏതാണ്ട് വേണമെങ്കിൽ ഏത് ചിത്രം നോക്കിയാലും നമുക്കൊരു സുകുമാരക്കുറുപ്പിൻ്റെ മുഖം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ദാമോദര മേനോൻ എന്ന് പറയുന്ന, ഇപ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പറയപ്പെടുന്ന അദ്ദേഹം ഇവർക്ക് കാണുന്നതിന് വേണ്ടി ഇവർക്ക് അയച്ചു കൊടുത്ത ചിത്രമാണ്. എത്ര വർഷം മുന്നേ? തൃശ്ശൂർ ഗീതയിൽ എടുത്ത ഫോട്ടോ ആണ്. തൃശ്ശൂർ സെൻട്രൽ ഗീതയിലെ കിഴക്കോട്ട് പോകുമ്പോൾ റോഡല്ലേ, അവിടെ ഗീതയിൽ എടുത്ത ഫോട്ടോ ആണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ രീതിയിൽ പ്രചരിക്കുമ്പോൾ നിങ്ങൾ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണം, നിജസ്ഥിതി വ്യക്തമാകണം എന്ന് കരുതി എന്തെങ്കിലും പോലീസിന്റെ അടുത്ത് പരാതി? ഇല്ല. സുപ്രസിദ്ധ സാഹിത്യകാരന്റെ ഇത്രയും വലിയ കുഴപ്പമുണ്ടായിട്ട് രക്ഷിച്ചവനാ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഈ വിലാസിനി സ്വന്തം ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു. വിലാസിന്റെ ഇവിടെയാണല്ലോ തൊട്ടപ്പുറത്ത്. വിളിച്ചു പറഞ്ഞു. അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു പോലീസിൽ പറയണ്ട, സുരേന്ദ്രൻ വന്നില്ലേ എന്നൊരൊറ്റ ചോദ്യമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രചരിക്കുന്ന ചിത്രം താങ്കളുടെ സഹോദരൻ ദാമോദര മേനോന്റേതാണ്. ഇപ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന പേര് പ്രചരിക്കുന്ന ചിത്രം, ആ കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല. മാധു, ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാട്ടുകാരും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. ഈ പരിസരത്തുള്ള നാട്ടുകാരും ഇദ്ദേഹത്തെ കണ്ടതിൽ. ചേട്ടാ അങ്ങോട്ട് ഒരു മിനിറ്റ്. ചേട്ടൻ്റെ വീട് എവിടെയാ? ഈ ഫോട്ടോ പത്രങ്ങളിലും ചാനലിലേക്കും പ്രചരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ദാമോദര മേനോനാണോ സുകുമാരക്കുറുപ്പാണോ? ദാമോദരൻ തന്നെയല്ലേ അത്? അല്ല, കണ്ടൊരു ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ആൾ തന്നെയാണ്. എന്താ വെച്ചാൽ കുറെ കൊല്ലം മുന്നേ വന്നിട്ടുള്ള, ഒരു 10-20 കൊല്ലം മുന്നേ, 25 കൊല്ലം മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടൊരു ഓർമ്മയുണ്ട് ആളെ. ഇതിനകത്ത് ഈ പറയുന്ന പ്രചരിക്കുന്ന സുകുമാരക്കുറുപ്പല്ല എന്നാണ് നിങ്ങൾക്ക് ഉറപ്പ്? ഏകദേശം അത് തന്നെയാണ്. ഫോട്ടോ ഞങ്ങൾക്കൊരു 3-4 മാസം മുന്നേ ഈ വാട്സപ്പിലൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ. ആൾ ഹോസ്പിറ്റലൈസർ ആയപ്പോൾ അന്ന് ഈ പിന്നെ കട്ടിലിൽ കിടക്കുന്ന ചിത്രം അത് ഇപ്പൊ വന്നിട്ടില്ലല്ലോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വന്നിട്ടില്ലേ? അതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എത്ര നാൾ മുൻപ്? അതൊരു 3-4 മാസം മുന്നേ. പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്? മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ
ഇപ്പൊ ഏറ്റവും പുതിയത് ഇപ്പൊ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാ പറയണത്. ഇത് അദ്ദേഹത്തിന് പരിക്ക് പറ്റി വയ്യാതിരിക്കും. അല്ല, ഇതിന് ശേഷം കണ്ടിട്ടില്ല ഈ ഇത് ഫോട്ടോ. കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല. ഇതാണ് ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ഫോട്ടോ. ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സമയത്ത് ആള് പോയി എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങൾക്കൊരു ഇത് കിട്ടിയായിരുന്നു മുന്നേ. എന്താ ഹോസ്പിറ്റലിലെ കാരണം എന്താ? അതെന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടൊരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രവാസി ഗ്രൂപ്പ് ഞങ്ങളെ വിളിച്ച് ചോദിച്ചായിരുന്നു ആരാ മറ്റേ വീട്ടിൽ. ഇവർക്ക് ആരൊക്കെയുണ്ട്? ഭാര്യ, മക്കൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ട്? അവരെയൊന്നും നമുക്ക് പരിചയമില്ല. ഇവര് പോയിട്ട് കുറച്ചായില്ലേ. അപ്പൊ ഈ ചിത്രം കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല. പക്ഷെ മറ്റേ ഇന്നലെ ടി വിയിൽ വന്നിരുന്നതൊക്കെ ആളെ 3 മാസം മുൻപ് കണ്ടിട്ടുണ്ട്. 3 മാസം മുന്നേ. പിന്നെ ആള് ഒരു 10-25 കൊല്ലം മുന്നേ വന്നിട്ട് നമുക്കൊരു ഓർമ്മയുണ്ട്. ഇത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ലേ. സെയിം ആളുടെ കോപ്പി തന്നെയാണ്. ആളുടെ അനിയൻ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുധീഷ്. അപ്പം മാധു, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏകദേശ കഥ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ തറവാട്ട് വീട്. ഇപ്പം നമുക്ക് ഇത്രയും ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്ന നല്ല വൈഡ് വിഷ്വൽ കാണിക്കാൻ കഴിയും. ഇവരുടെ തറവാട്ട് വീടാണിത്. ഇവിടെ നിന്നാണ് ഈ ദാമോദരമേനോൻ എന്ന വ്യക്തി ഇവിടെ നിന്ന് വടക്കാഞ്ചേരിയിൽ മറ്റും പഠിച്ചതിന് ശേഷം ആദ്യം ലണ്ടനിലേക്കും പിന്നീട് മലേഷ്യയിലേക്കും പോയത്. പിന്നീട് 30 വർഷത്തിന് മുമ്പാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇടയ്ക്ക് ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന് പറയുന്നു. ഏറ്റവും അവസാനമായി കണ്ട ഫോട്ടോയാണ് അദ്ദേഹത്തിന് വയ്യാതിരിക്കുമ്പോൾ കട്ടിലിൽ പിടിച്ചിരിക്കുന്ന ചിത്രം. ആ ചിത്രമാണ് ഇപ്പോൾ അവരെ കാണിച്ചത്. അവർ പറയുന്നത് അത് തന്നെയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞത് ഇപ്പോൾ പ്രചരിക്കുന്ന പടം 3 മാസം മുമ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ്. അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും സുകുമാരക്കുറുപ്പിൻ്റെതല്ല ഈ ചിത്രം എന്ന് ഉറപ്പിച്ച് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു. ഇനി ഇത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസാണ്. മധു, അതായത് നമ്മൾ ഈ നാടോടിക്കാറ്റ് സിനിമയിലെ കഥ പറഞ്ഞ പോലെയാണ്. പലതും തിരിഞ്ഞു മറിഞ്ഞ് വളരെ രസകരവും വലിയ ട്രോളുകൾക്കൊക്കെ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് നാം ഒരു അവസാന വാക്കിലേക്ക്, അവസാന വിധിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. സ്വാഭാവികമായി ഈ ചിത്രം പ്രചരിക്കുന്നു. സുകുമാരക്കുറുപ്പിൻ്റെത് എന്ന് പറയുന്ന ചിത്രം ഇതാണ് പ്രധാനമായും പ്രചരിക്കുന്നത്. ആ ചിത്രം കണ്ട് അവരുടെ വീട്ടുകാർ, അവരുടെ സ്വന്തം സഹോദരനാണ് പറയുന്നത് അത് എൻ്റെ സഹോദരനായ ദാമോദരമേനോനാണെന്ന്. അതോടൊപ്പം തന്നെ ഈ ചിത്രം 3 മാസങ്ങൾക്ക് മുമ്പ് അയൽപ്പക്കക്കാർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു. ഇവരെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇനി ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസോ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികളാണ്. ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമായിരിക്കും. കാരണം 10-46 വർഷം മുമ്പ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതക, ആ കൊലപാതകത്തിലെ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. അതായത് കേരളം കണ്ട, ഒരു പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ, ഇനിയും കുറ്റവാളികൾ കണ്ടെത്താത്തതിൽ ഇനി അവശേഷിക്കുന്ന അപൂർവം കുറ്റവാളികളിൽ ഒരാളായി മാറുകയാണ് സുകുമാരക്കുറുപ്പ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും അനിവാര്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ വരും കാലങ്ങളിൽ, ഇപ്പോൾ 80 വയസ്സായി എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് 80 വയസ്സ് ഒരാളുടെ ശരീരപ്രകൃതിയല്ല ആ ഫോട്ടോയിലുള്ളത്. ഏതായാലും നമുക്ക് ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഈ അഭ്യൂഹങ്ങൾക്കൊരു അവസാനം ഇത്തവണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. എന്താ ചേട്ടൻ തോന്നുന്നത്? ഇത്തരം പ്രചരണങ്ങൾക്കൊരു അവസാനം ഉണ്ടാവുമോ? എവിടേക്ക് പോകണം? എവിടേക്കൂടെ പോകണ പ്രചരണം? ആവശ്യമില്ല പറഞ്ഞ വെറുതെ വിടുക. ആരെയും വെറുതെ വിടുക. ഇപ്പോൾ പ്രസിദ്ധ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കയറിയത് മറ്റാളാണ്. അങ്ങോരൊക്കെ തന്നെ അറിയാം. മറ്റാൾക്ക് നന്നായിട്ട് അറിയാം. ഈ വീട്ടിലൊന്ന് ഊന്നയിച്ച ആളാണ് ഈ പിണറായി വിജയൻ. ഏതായാലും ഒരു നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം. നല്ല പ്രതീക്ഷയോട് നീങ്ങാം. അപ്പോൾ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള വിടുന്നത്. ആർക്ക്? ചേട്ടന് പെൻഷൻ കിട്ടുന്നുണ്ട്. ചേട്ടൻ കരുണാരൻ ചേട്ടന് എന്നെ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ശരിയായ ഒരു ഉത്തരം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാധു, അപ്പോൾ എല്ലാവരുടെ അന്വേഷണം പറയാം കേട്ടോ. പിന്നെ പലതും നല്ല ഇതാണ് പറ്റേ. പേര് ഇദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലാണ്, ഇപ്പോൾ നമുക്ക് നേരത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചേട്ടനാണ് നമ്മോട് ഇക്കാര്യം പറഞ്ഞത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് കണ്ട് പരിചയമുണ്ട്. പിന്നീട് ഇത്തരത്തിലുള്ള ഈ പരിസരത്തൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാകും. ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ഫോട്ടോ, അതായത് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഫോട്ടോ 3 മാസങ്ങൾക്ക് മുമ്പ് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നത്. നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായും ആ ചിത്രം തന്നെ വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും
ആവശ്യമാണ്. അതിനേക്കാൾ പുറത്ത് ഇതിൽ രക്തസാക്ഷിയാകപ്പെട്ട കൊല ചെയ്യപ്പെട്ട ചാക്കോയുടെ കുടുംബത്തിനും നീതി ലഭിക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രതി ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ ദാമോദര മേനോന് 80 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ശാരീരിക അവശതകൾ നന്നായിട്ടുണ്ട്. നാം ആ കട്ടിലിൽ ഇരിക്കുന്ന ചിത്രം കാണിച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായി അതിനു മുമ്പ് സ്യൂട്ടിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരാളുടെ ചിത്രവും തമ്മിൽ വളരെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇനിയും അഭ്യൂഹങ്ങളും പിന്നെ നിഗൂഢതകളും സംശയങ്ങളൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്. ഈ ബാക്കിയായ ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് അനിവാര്യമായിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തട്ടെ.